ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാര്യത്തോടെന്ന സ്ഥലത്തു നിന്ന് നെടുങ്കണ്ടത്തേക്ക് പോകുന്ന കുറച്ച് ടൗണുകൾ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് നിർത്തി ആ ടൗണുകളും കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ച് പോകാമേ. അപ്പോൾ നമ്മളിവിടെ കാര്യത്തോട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു ടെമ്പിൾ കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ അവിടെ നിർത്തി നമ്മൾ ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ്. എന്താ അതിന് ചുറ്റും നല്ല തോട്ട മേഖലയാണ്. ടെമ്പിളിന് ചുറ്റും നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നെടുങ്കണ്ട ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഒരു മൂന്നാറിൻ്റെ ഒക്കെ പ്രതീതി. അത്രയും നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ്. ചേട്ടൻ ഇവിടുത്തുകാരാണോ? എന്നാ പേരണ? അയ്യോ, വണ്ടിക്ക് എന്നാ പറ്റിയേ? ഓടിക്കൊണ്ടിരുന്ന പോന്ന പോലെ. നമ്മുടെ ഇവിടെ ഈ ടെമ്പിള് കണ്ടില്ലേ, അമ്പലം, ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്താ അറിയില്ല അല്ലേ? ചേട്ടൻ ഇവിടുത്തുകാരനാന്ന് പറഞ്ഞു. ആണോ? ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾ പറയാം. ചേട്ടൻ നാട് എവിടെയാ? പാറത്തോട്. ആ പാറത്തോടിന് വേറെ പേര് വല്ലതും ഉണ്ടോ? പാറത്തോടെന്നേ ഉള്ളൂ അല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പോകും. അമ്പലത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടൊക്കെ നോക്കിയേ തോട്ടങ്ങളാണ്. ഇവിടെ എല്ലാം ഏലത്തോട്ടങ്ങളാണ്. നല്ല പൊക്കം കൂടിയ മരങ്ങളാണ്. മരങ്ങളെല്ലാം കോന്തി വിട്ടിട്ടുണ്ട്. മുകളിൽ നല്ല കുട പോലെ നിൽക്കുന്നുണ്ട്. എന്തായാലും തണലിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ചേട്ടാ ടയറിന് വിളിച്ച് പറഞ്ഞോ കൊണ്ടുവരും ഇപ്പം? ആണല്ലേ? അപ്പോൾ വഴിയിലൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് വർഷമൊക്കെ ഒന്നുമില്ലേ? എടുക്കണ്ടം വേണം. ഓ, അത് വലിയ പാടായി. എവിടുന്നാ കൊണ്ടുവരുന്നത് ഇപ്പോൾ ടയർ? വീട്ടുണ്ടോ? എന്നാൽ ടയറൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കുമല്ലോ. എന്നാൽ ഞങ്ങൾ മാറി. നെടുങ്കണ്ട വടിമാലി കാര്യത്തോട്ടാണിത്. നെടുങ്കണ്ട വടിമാലി റൂട്ടിൽ കല്ലാറൂട്ടി മയിലാടമ്പാറ പഴയ റോഡാണ്. വർഷങ്ങൾ പഴക്കമുള്ള റോഡാണ്. കാര്യത്തോട് ടൗണാണ്. വർഷങ്ങളായിട്ട് മയിലാടമ്പാറ കല്ലാറൂട്ടി റോഡാണ്. ഇത് ഒരു കുറച്ച് നാളായുള്ളൂ. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമായി കാണും ഈ റോഡ് ബസ് റൂട്ട് തുടങ്ങിയിട്ട്. അതിമനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല സുന്ദരമായ സ്ഥലമാണ്. തണുപ്പ് വേണ്ടവർക്ക് ഇവിടെ വന്നാൽ നല്ല തണുപ്പ് കിട്ടും. ഹൈറേഞ്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചറിയാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് ഇപ്പം ഇനി നെടുങ്കണ്ടം പോകുന്ന വഴിയൊക്കെ. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ടും ഏലത്തോട്ടമാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഏലത്തോട്ടം ഉള്ളൊരു ഭാഗം കൂടിയാണ് മയിലാടുംപാറ. എന്ത് ഭംഗിയാന്ന് നോക്കി. അങ്ങനെ നമ്മൾ പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കയറി പോകുന്ന ഈ റോഡ് ഇതാണ് പഴയ മയിലാടുംപാറ കല്ലാറൂട്ടി റോഡാണ്. ഈ റോഡാണ് പഴയ റോഡ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിലെ കയറി വന്നത്. ഇതിൽ ബസ് റൂട്ടൊന്നുമില്ല. ബസ് റൂട്ട് അപ്പുറത്തെ റോഡ് തന്നെയാണ്. ഇത് ബസ് റൂട്ടൊന്നുമില്ല. ശകലം മുഷിഞ്ഞാണ് റോഡ് കിടക്കുന്നത്. ഇതൊക്കെ ഇടതൂർന്ന ഇരുവശങ്ങളിലായിട്ടുള്ള ഏലത്തോട്ടങ്ങളാട്ടോ. ഇവിടെ എല്ലാം ഇടതൂർന്ന ഏലത്തോട്ടങ്ങളാണ്. ഇതുപോലെയുള്ള സ്ഥലമാണ് മുന്നോട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വൻ വൃക്ഷങ്ങളൊക്കെയാണ് ഇതിലെല്ലാം. നല്ല വൻ വൃക്ഷങ്ങളാണ് ഇതിലെല്ലാം ഉള്ളത്. ഉണ്ടോ? എന്നാ വലിയ മരങ്ങളൊക്കെയാന്ന് നോക്കി. ആളുകളെ ഇവിടെയൊക്കെ താമസിച്ച് ജോലി
ജോലി ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്നേ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് പഴയ റോഡാണ്, മൺ റോഡാണ്. പിന്നെ ഈയിടെയായിട്ട് ചില മിറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പാറത്തോട് നെടുങ്കണ്ട ഭാഗത്തേക്ക് പോകും കേട്ടോ. നമ്മൾ ഇത്രയും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടം വരെ വന്നതാണ്. പണ്ടൊക്കെ ഇതിലേക്ക് വണ്ടി കൊണ്ട് വരുമ്പം എപ്പോഴും മരങ്ങൾ ഇങ്ങനെ കിടക്കും വട്ടം. കാരണം അന്നെന്നൊക്കെ പറഞ്ഞാൽ ഈ മിഷ്യന്മാളൊന്നുമില്ല. നമ്മൾ കോടാലിയും കൊണ്ട് ഒന്നെങ്കിൽ വട്ടം മുറിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ മിഷ്യനില്ലാത്ത അറക്കവാൾ ഉപയോഗിക്കണം. വട്ടവാളെന്ന് പറയും അതിന്. പണ്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര മരവും അന്ന് ഇങ്ങനെ വട്ടം വീണ് കിടക്കും. പ്രാവശ്യം ഞങ്ങൾക്കൊരു നിസാറുണ്ട്, ആൽവിൻ നിസാൻ. ഈ മോഹൻലാൽ ഒരു പടത്തിൽ ആരിക്കാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സൈസ് വണ്ടിയില്ലേ, ആ വണ്ടി അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ആ വണ്ടി വലിയ മരം വീണിട്ട് ഇവിടുത്തെ ഏലത്തോട്ടത്തിലെ കർഷകരെല്ലാം കൂടി ആ മണ്ണ് മാറ്റിയിട്ടാണ് ആ വണ്ടി അന്ന് അതിൻ്റെ അടിയിൽ കൂടെ പോയത്. ഇന്നൊക്കെ ആണെങ്കിൽ പിന്നെ ഇതാട്ടോ നമ്മൾ പൊത്തക്കള്ളി എന്ന് പറഞ്ഞ സ്ഥലം. പൊത്തക്കള്ളി എന്ന് പറയും. ഇതാണ് ലയം. പണ്ട് ഇപ്പോൾ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണിത്. പിന്നെ പറഞ്ഞതിൻ്റെ ബാക്കി അന്ന് വണ്ടിയെല്ലാം പിന്നെ ആ മരത്തിൻ്റെ അടിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മിഷ്യന്മാളുള്ളതുകൊണ്ട് മരം വീണാൽ ഏത് നിമിഷവും മുറിച്ച് മാറ്റാവുന്നതാണ്.